ടൊയോട്ട, ഹോണ്ട അങ്ങനത്തെ വണ്ടിയിൽ നിന്ന് വന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതും ഫോക്സ് വാഗന്റെ മോണോക്കോക്ക് വണ്ടികളെ വെച്ച് കമ്പയർ പോലും ചെയ്യരുത്. നമുക്ക് മാക്സിമം ജാപ്പനീസ് വണ്ടി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണ് ഓടിക്കാൻ. ഈ വണ്ടിയുടെ സൈസ് ഡെഫിനറ്റ്ലി വെയിറ്റ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഫീൽ ആവില്ല. അതുപോലെ ഇപ്പം നമ്മളൊരു സെഡാനോ ഹാച്ച് ബാക്കിന്നോ ഒരു അപ്ഗ്രേഡ് നടത്തുവാണെങ്കിൽ, ഈ 700 എടുക്കുവാണെങ്കിൽ, അങ്ങനെ വരുന്ന ഒരാൾക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യമേ കിട്ടുന്ന ഇമ്പ്രഷൻ എന്താണ്, അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ആണ്. ഓൾസോ ഈ വണ്ടി ഓടിച്ചിടങ്ങൾ പല ആൾക്കാർ പറഞ്ഞ അങ്ങനെ എക്സ്പീരിയൻസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്ന് വണ്ടി. ഈ വെൽക്കം സീറ്റില്ലേ, ഇത് ഭയങ്കര യൂസ്ഫുൾ ഫീച്ചറാണ്. ഈ വണ്ടി കയറാൻ നേരത്തും എല്ലാത്തിലും അത്യാവശ്യം നൈസാണ് ഈ ഫീച്ചർ. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ സീറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഹൈ പൊസിഷനിലാണ്. ബോണറ്റെല്ലാം നന്നായിട്ട് വിസിബിൾ ആണ്. പിന്നെ നല്ല വ്യൂ ആണ്. എല്ലാം ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ എ പില്ലറാണ്. ഇത് അത്യാവശ്യം നല്ല തിക്കാണ്. ഇപ്പോൾ ടൊയോട്ട, ഹോണ്ട അങ്ങനത്തെ വണ്ടിയിൽ നിന്ന് വന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എ പില്ലർ നല്ല രീതിക്ക് തിക്കാണ്. ഈ ടാറ്റയ്ക്കും ഇതുപോലൊക്കെ തന്നെ അത്യാവശ്യം നല്ല തിക്ക് എ പില്ലറാണ്. അത് ഈ നല്ലൊരു ടൈറ്റ് കോർണറൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ടൊരു ബ്ലൈൻഡ് സ്പോട്ട് ഫീൽ ചെയ്യിക്കും. അത് ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഈ ORVM ആണെങ്കിലും നല്ല രീതിക്ക് വിസിബിലിറ്റി വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ തന്നെ വണ്ടി ഡീഫോൾട്ടായിട്ട് സാപ്പ് മോഡിലേക്ക് പോകും. നമ്മളിനി അത് വേണമെങ്കിൽ സൂം മോഡ് അല്ല സിപ്പ് മോഡ് അങ്ങനെ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. ഇതുണ്ടോ, ഒറ്റ ഫിംഗറിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ലൈറ്റാണ്. ഇപ്പം നിങ്ങളൊരു സെഡാനോ ഹാച്ച് ബാക്കോ അതായത് പോളോ, വെൻഡോ, സിറ്റി, കൊറോള ആൾട്ടീസ് അങ്ങനത്തെ വണ്ടികളോ അങ്ങനത്തെ ഹാച്ച് ബാക്കോ i20 അങ്ങനെ അതിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഈ വണ്ടി ആർക്കാണെങ്കിൽ സുഖമായിട്ട് ഓടിക്കുക. ഇതിൻ്റെ ക്ലച്ച് ആണെങ്കിലും ഭയങ്കര ലൈറ്റാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ആണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും സ്മൂത്താണ്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയുടെ ലൈറ്റ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ഈ വണ്ടി ഭയങ്കര ഈസിയാണ് മാനൂവർ ചെയ്യാൻ. ഒരു ഹാച്ച് ബാക്ക് കൊണ്ട് നടക്കണ ഫീലുള്ളൂ ഈ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ നമുക്ക്. പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ പെർഫോമൻസ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് വണ്ടി 80 കയറിയത്. ഈ 184 ഹോഴ്സ് പവറും 420 Nm ടോർക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു വണ്ടിയും തരുന്നില്ല. അത് ഈ സെഗ്മെന്റിൽ എപ്പോഴും മഹേന്ദ്രയുടെ വണ്ടികളായിരിക്കും പവർഫുൾ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്രസീവ് പവർ ഡെലിവറി വണ്ടിക്ക്. ബാക്കി സെഗ്മെന്റിലുള്ള വണ്ടികളെല്ലാം മിക്കതും ലീനിയർ പവർ ഡെലിവറി ആയിരിക്കും. നമ്മുടെ ഇന്നോവ, ക്രിസ്റ്റ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും അഗ്രസീവ് പവർ ഡെലിവറി. ഒന്ന് കാല് അമർത്തി ചവിട്ടിയാൽ തന്നെ വണ്ടി നല്ല രീതിക്ക് ഇങ്ങനെ വലിച്ചു കയറും. ഉണ്ടോ, ശരിക്കും പറഞ്ഞപ്പോൾ കണ്ടില്ലേ ഈ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ബൗൺസ് ആവുന്നത്. ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറയുന്നത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ ജീപ്പ് കോമ്പസോ അങ്ങനത്തെ വല്ല വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റർ സൈഡിലാണ്. അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് വെച്ചുമ്പോൾ പൊളിഞ്ഞ റോഡിൽ കൂടെയും അല്ല ലോ സ്പീഡിൽ ഈ വണ്ടി നല്ല രീതിക്ക് കംഫർട്ട് തരുന്നുണ്ട്. പക്ഷേ അതിന് ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇത്ര പവർഫുൾ ഒരു എഞ്ചിൻ തന്നിട്ട് ഈ വണ്ടിയുടെ മൊത്തം പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അത് അത്ര കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല ബാക്കിയെല്ലാം ഓടിച്ചേക്കണ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഈ വണ്ടി ഓടിക്കാത്ത ഒരാൾ വന്ന് ഈ വണ്ടിയിൽ ആദ്യമേ കയറി ഇരിക്കുമ്പോൾ ശരിക്കും വിയേർഡ് ഫീലിംഗ് തോന്നും. ഇപ്പോൾ ടൊയോട്ടയോ ഹോണ്ടയോ അങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വരികയാണെങ്കിൽ, അല്ലെ സുസുക്കി, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലീനിയർ പവർ ഡെലിവറി, ഒരു സ്റ്റിയറിംഗ് മൂവ്മെന്റ് എല്ലാം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടിയുടെ അങ്ങനെയല്ല. ഇപ്പം ഒരു പഴയൊരു മഹേന്ദ്ര ഓടിച്ച് വന്നേക്കുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി ഈ വണ്ടി ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ 500 നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുമായിരിക്കും. മോർ സ്റ്റേബിൾ ആണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്. ലൈറ്റ് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ ഇലക്ട്രോണിക് സ്റ്റിയറിംഗിൻ്റെ മെയിൻ ഇഷ്യൂ അത് തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള വണ്ടികളും ജാപ്പനീസ് വണ്ടികൾ ഹൈഡ്രോളിക് സ്റ്റിയറിംഗിൽ ഓടുന്ന വണ്ടികളാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഈ ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കും വണ്ടിയുടെ. നമുക്കൊരു കണക്റ്റഡ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം സ്പോഞ്ചി ബ്രേക്കാണ്. സ്പോഞ്ചി ബ്രേക്കിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ബൈറ്റ് ഭയങ്കര പ്രോഗ്രസീവ് ആയിരിക്കും. അപ്പം നല്ല രീതിക്ക് ഹാമർ ചെയ്താൽ മാത്രമാണ് വണ്ടി സ്റ്റോപ്പായി വരുള്ളൂ. ഇതൊരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ വന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇത് ഒരിക്കലും ഫോക്സ് വാഗന്റെ മോണോകോക്ക് വണ്ടികളായിട്ട് കമ്പയർ പോലും ചെയ്യരുത്.
നമുക്ക് മാക്സിമം ജാപ്പനീസ് വണ്ടി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ മൈലേജ് ആണ്. ഈ വണ്ടിക്ക് കമ്പനി 16.8 ആണ് പറയുന്നത്. പക്ഷേ ഡെയിലി യൂസിന് ഞങ്ങൾക്ക് കിട്ടണത് 12 കിലോമീറ്റർ മുതൽ 16 കിലോമീറ്റർ. അത് ഹൈവേയിലോട്ട് 16 പറഞ്ഞേ. മൈലേജ് പ്യൂർലി ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല, ഈ വണ്ടിയുടെ ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ വണ്ടിയുടെ സൈസും എഞ്ചിന്റെ കപ്പാസിറ്റിയും വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്. കമ്പയർ ടു ജാപ്പനീസ് വെഹിക്കിൾ ഈ വണ്ടിയുടെ ക്ലച്ചിന്റെ ട്രാവൽ ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് സിറ്റിയിൽ ഈ വണ്ടി മാനുവൽ വണ്ടി ഒത്തിരി നേരം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ ബുദ്ധിമുട്ട് തോന്നും. ഈ മാനുവൽ വണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഹൈവേ ഡ്രൈവ് ആണെങ്കിൽ മാത്രം, അല്ലെ അത്യാവശ്യം നല്ല ഓപ്പൺ റോഡൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ നിങ്ങൾ മാത്രം മാനുവൽ വണ്ടി എടുക്കുക. സിറ്റിന്റെ എപ്പോഴും ഓട്ടോമാറ്റിക് ആണ് ബെറ്റർ. ഇപ്പൊ തന്നെ ഓവർടേക്കുകളൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയിൽ സിമ്പിളാണ്. ചുമ്മാ കാല് കൊടുത്താൽ മതി, സാധനം കയറിപ്പോക്കോളും. വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ല രീതിക്ക് കോൺഫിഡൻസ് വരും. ആ ഒരു 420 ടോർക്കിന്റെ ആ കിക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വണ്ടി ഓടിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആണ് ഓടിക്കാൻ. ഈ വണ്ടിയുടെ സൈസ് ഡെഫിനറ്റ്ലിയും വെയിറ്റ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഫീൽ ആവില്ല. അതുപോലെ വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആർക്കാണെങ്കിലും വണ്ടി സുഖമായിട്ട് ഓടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ എൻ്റെ ഒപ്പീനിയൻ മാത്രം ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി വരും വീഡിയോകളിൽ നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.